ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് ചൈന നടത്തിയ മിലിറ്ററി പരേഡ്, വിക്ടറി പരേഡ്. ഈ വിക്ടറി പരേഡ് ചൈന എന്തുകൊണ്ടാണ് നടത്തുന്നതെന്നുള്ളതിൻ്റെ ആദ്യത്തെ റീസൺ ഞാൻ പറഞ്ഞു വെച്ചേക്കാം. കാരണം ഈ വിക്ടറി പരേഡിന് പലരും പല ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം ആദ്യം മനസ്സിലാക്കിക്കോണം. ചൈന, ഇന്ത്യ, ഇതാണ് ഇനി വരുന്ന അപ്കമിങ് സൂപ്പർ പവേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന രണ്ട് രാജ്യങ്ങൾ. ഇതിൽ അമേരിക്കയുടെ നിലപാടും റഷ്യയുടെ നിലപാടും, അതായത് നിലവിലെ സൂപ്പർ പവറാണ് എന്ന് പറഞ്ഞിട്ട് ആഫ്റ്റർ വേൾഡ് വാർ 2 രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രണ്ട് സൂപ്പർ പവറുകളായിട്ട് നിന്നിരുന്ന അമേരിക്ക, റഷ്യ, ഇങ്ങനെ നമുക്ക് പറയാം. റഷ്യ സോവിയറ്റ് റഷ്യ ആയിട്ടിരുന്ന സമയത്തുള്ളൊരു പവർ അല്ല ഇപ്പോൾ ഉള്ളത്. ഇതേപോലെ ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഉണ്ടല്ലോ, UN, അതേപോലെ റഷ്യയുടെ കീഴിൽ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഈ ലോകക്രമത്തിനെ ഇങ്ങനെ വരുതിക്കുള്ളിൽ വരുത്താൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതിനെ തകർത്തുകൊണ്ടാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ UN ഫോം ചെയ്തത്. അതൊക്കെ ഒരു സൈഡിൽ അവിടെ ഇരിക്കട്ടെ. ഇപ്പം ശരിക്കും UN ആയിക്കോട്ടെ, അതേപോലെ തന്നെ G7 ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ അപ്രസക്തമാകുന്ന ഒരു രീതിയിലുള്ള ഒരു ഗ്ലോബൽ ചേഞ്ച് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചൈന തുടർച്ചയായിട്ട് വർഷങ്ങളായിട്ട് ഈ വിക്ടറി പരേഡ് നടത്തുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ജപ്പാനെതിരെ ചൈന നേടിയ വിജയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വിക്ടറി പരേഡ് നടത്തുന്നത്. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ഈ ജപ്പാൻ സൈഡിൽ നിന്നുള്ള ഈ ഏഷ്യൻ സൈഡിലുള്ള ആർമി യൂറോപ്പിലേക്ക് കടക്കാതിരിക്കാൻ ചൈന വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. ചൈന മാത്രമല്ല, ഇന്ത്യയും വലിയ തോതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം അന്ന് ബ്രിട്ടൻ ആയിരുന്നു ഇന്ത്യ റൂൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് റോയൽ ആർമി എന്നുള്ള നിലയിൽ ഇന്ത്യൻ ആർമി, ചൈനീസ് ആർമി എല്ലാം തന്നെ ഒരുപോലെ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഏഷ്യൻ സൈഡിലുള്ള ജപ്പാൻ ആർമി യൂറോപ്പ് മേഖലയിലേക്ക് കടന്നു കയറാതിരിക്കാൻ ഒരു തടസ്സമായിട്ട് നിന്നിരുന്നതാണ് ചൈന, ഇന്ത്യ പോലത്തെ രാജ്യങ്ങളുടെ ആർമി. ഇവിടെ ചൈന വിക്ടറി പരേഡ് നടത്തുന്നത് പ്രത്യക്ഷത്തിൽ ഈ ജപ്പാനെതിരെ നേടിയ വിജയവുമായിട്ട് ബന്ധപ്പെട്ട് വേൾഡ് വാർ 2 ശേഷം തുടങ്ങിയതാണ് ഈ പരിപാടി. അതാരും ഇപ്പോൾ വാർത്തയിലൊന്നും പറയാൻ പോകുന്നില്ല. ഇന്ത്യ പങ്കെടുക്കാത്തതിന് സിംബോളിക്കായിട്ട് 2-3 കാരണങ്ങളുണ്ട്. ഇന്ത്യ പങ്കെടുക്കാത്തത്, ഒന്നാമത്തെ കാര്യം, പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിനെ ചൈനയും അമേരിക്കയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന രണ്ട് രാജ്യങ്ങൾ തന്നെയാണ്. അവർ ആ രീതിയിൽ തന്നെ ഇന്ത്യ അതിനെ കാണുന്നുള്ളൂ. പിന്നെ ചില ആൾക്കാർ ഭയങ്കരമായിട്ട് വീഡിയോകളിലിരുന്ന് തള്ളുന്നുണ്ടായിരുന്നു. നമ്മൾ ഇതിന് മറുപടി കൊടുക്കണ്ട എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് പലപ്പോഴും. പക്ഷെ പല കമൻറ്റുകളും കേൾക്കുമ്പോൾ നമുക്ക് മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാനൊരു കാര്യം പറഞ്ഞു വയ്ക്കാം. നിങ്ങൾ ഇന്ത്യക്കുള്ളിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യയെക്കുറിച്ച് തന്നെ ഈ രീതിയിൽ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില വ്യക്തികളുണ്ട്. ഞാൻ എപ്പോഴെപ്പോഴും ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടതെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ സംസാരിച്ച് പോകും. ഇപ്പം ചൈന പ്രധാനമായിട്ടും ഒരു 9 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെപ്പണാണ്, ഒരു പുതിയ വെപ്പൺ എന്നുള്ള നിലയിൽ ഇത്തവണത്തെ വിക്ടറി പരേഡിൽ അവർ പുറം ലോകത്തേക്ക് എത്തിച്ചത്. അതിലൊന്നാണ് ഡ്രോൺ സിസ്റ്റം, അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ലേസർ വെപ്പൺ ടെക്നോളജി, ന്യൂക്ലിയർ ആർസണൽസ് ക്യാരി ചെയ്യാൻ പാകത്തിനുള്ള ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ, വിച്ച് ഈസ് 15,000 കിലോമീറ്റർ കവറേജ് വരുന്ന രീതിയിലുള്ള മിസൈൽ സിസ്റ്റം. ഇതാണ് അവർ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും ലോകം ഫോക്കസ് ചെയ്യുന്നത്. ഇതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ചൈന വിക്ടറി പരേഡ് ചെയ്തു. അതുകൊണ്ട് ചൈന എന്ത് മെസ്സേജാണ് തന്നത്? ഇന്ത്യക്കിട്ടുള്ള താക്കീതാണെന്ന്. ഒരു കാര്യം മനസ്സിലാക്കണം. 2008 ബീജിംഗ് ഒളിമ്പിക്സ് എത്ര പേർ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കണ്ണ് മഞ്ഞളിച്ച് നിന്നിട്ടുണ്ട്. ബീജിംഗ് ഒളിമ്പിക്സ് 2008 ചൈന നടത്തിയ സമയത്ത്, ചൈന അത് ഹോസ്റ്റ് ചെയ്ത സമയത്ത് ഗ്ലോബലി തന്നെ ആ രീതിയിലുള്ള ഒരു ഹോസ്റ്റിംഗ് ആരും തന്നെ ചെയ്തിട്ടില്ല. ആ രീതിയിലുള്ള വളരെ പക്കായിട്ടുള്ള ഒരു ഇനോഗ്രേഷനാണ് അന്ന് 2008 ബീജിംഗിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ചൈന തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്. അവർ പൊട്ടൻഷ്യലി നല്ല ഫിനാൻഷ്യൽ വെൽത്തുള്ള രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ഒരുപാട് മേഖലകളിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് അവർക്ക് ഒരുപാട് റിസർച്ച് അനാലിസിസുകൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് അവർ മികച്ച രീതിയിൽ തന്നെ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ചൈനീസ് ടെക്നോളജിയൊക്കെ എവിടെ നിന്ന് ചോർത്തുന്നതാണ്, എന്താണ്, ഏതാണ്, എല്ലാം തന്നെ പല തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ വായിക്കാറുണ്ട്, കേട്ടിട്ടുണ്ട്. ഇനി അവർ ചോർത്തിയില്ലയോ എന്തോ ആയിക്കോട്ടെ, ബോംബിട്ടാൽ പൊട്ടും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിലാർക്കും തർക്കമൊന്നുമില്ല. പിന്നെ ഇന്ത്യക്കിട്ടാണ് ഈ ഒരു ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് വിഡ്ഢിത്തരമാണ്. കാരണം ഇന്ത്യ ആൾസോ ഓപ്പർച്യൂണിറ്റിയുള്ള വളർന്നു വരുന്ന ചൈനയ്ക്ക് ഈക്വലായിട്ട്, അതായത് ഒരു ബാലൻസിങ് പവറായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന, ഗ്ലോബലി ഒരു ബാലൻസിങ് പവറായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന, ചൈനയുടെ ഡോമിനേഷനെ എതിർത്ത് നിൽക്കാൻ കപ്പാസിറ്റിയുള്ള ഗ്ലോബലി ഒരേ ഒരു രാജ്യം ഇന്ത്യ. റഷ്യയുടെ നിലപാട് നോക്കൂ. റഷ്യക്ക് അറിയാം അവരുടെ പൊട്ടൻഷ്യൽ, അവരുടെ GDP ഏതാണ്ട് 3 ട്രില്യൺ ആ റേഞ്ചിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഒരു 10 മുതൽ 15 വർഷത്തിനകത്ത് ഈ US-ഉം റഷ്യയൊക്കെ ഡൗൺ ആവും. ചൈന, ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾ അമേരിക്കയൊക്കെ മറികടന്ന് സാമ്പത്തികമായിട്ട് തന്നെ മുൻനിരയിലെത്തും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് റഷ്യക്ക് അറിയാം. അപ്പോൾ റഷ്യ അവർ ഫ്ലെക്സിബിലിറ്റിയാണ് കാണിക്കുന്നത്. അവർക്ക് ഇന്ത്യയും ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയുണ്ട്, ചൈനയും ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയുണ്ട്. അതേസമയം ഒരു ഗ്ലോബലി ഒരു ബാലൻസിങ് ഉണ്ടാക്കാനുള്ള മാനസികാവസ്ഥയുണ്ട്. പക്ഷേ അതായത് ഒരു മൾട്ടി പോളാർ വേൾഡ് ന്യൂ ഓർഡറിലേക്ക് താല്പര്യം പ്രകടിപ്പിക്കുന്ന രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് റഷ്യ. പക്ഷേ അമേരിക്കയ്ക്ക് അത് അക്സെപ്റ്റബിൾ അല്ല. കാരണം എന്താണ്? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക അവരുടെ ഡോമിനേഷനാണ് സ്ഥാപിച്ചത്. ഇപ്പോഴും അവർ ഡോമിനേറ്റഡ് ആണെന്ന് അവർ കരുതിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ
ലിറ്ററലി അവർ ഡോമിനേറ്റഡ് അല്ല. അമേരിക്ക വൈകാതെ തന്നെ ചൈനയുമായിട്ട് ഒരു ധാരണയിലെത്തും. അതിലുപരി അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത് ഇൻഡസ്ട്രിയൽ മേഖലയായിക്കോട്ടെ, അതേപോലെ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിലായിക്കോട്ടെ, അതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസിലായിക്കോട്ടെ, അതേപോലെ GDP-യിലായിക്കോട്ടെ, എല്ലാത്തിലും ഫൈനാൻഷ്യലി ഒരു വെൽത്തുള്ള രാജ്യമായിട്ട് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ ഇതൊന്നും തന്നെ ഉണ്ടാവില്ല. അമേരിക്കയിൽ എത്ര ചെറിയ രീതിയിലുള്ള ആയുധങ്ങൾ റിസർച്ച് നടക്കുന്നുണ്ട്? ഒന്നുമില്ല. അമേരിക്ക ബ്രാൻഡഡ് ആയിട്ട് ഒന്നോ രണ്ടോ ഈ ലോക്കിഡ് മാർട്ടിൻ കമ്പനി പോലത്തെ കമ്പനികൾ, F-35 അതേപോലത്തെ ഫൈറ്റർ ജെറ്റുകൾ, അതുപോലെ തന്നെ എയർ ഡിഫൻസ് സിസ്റ്റം, ഇതൊക്കെ തന്നെ പുതിയ റിസർച്ച് മേഖലയൊന്നും അവർ ചെയ്യുന്നില്ല. അവർ പഴയത് തന്നെ പൊടി തട്ടിയെടുത്ത് അതിൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്തിട്ട് അതിനെയൊക്കെ വേർഷൻ നമ്പർ മാറ്റിയിട്ട് വേർഷൻ 2.1, വേർഷൻ 2.10, വേർഷൻ 2.20 എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ടെക്നിക്കലിൽ വിറ്റഴിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഈ സാധനങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്. കാരണം മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ചീപ്പർ ഓപ്ഷൻസ് ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരാണ് അമേരിക്കയുടെ അടുത്ത് പോയിട്ട് ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നത്? അപ്പോൾ ഈ ഒരു വെല്ലുവിളി അമേരിക്ക നേരിടുന്നുണ്ട്. ശരിക്കും ചൈന പ്രദർശിപ്പിച്ച ഈ ഒരു വിക്ടറി പരേഡ് അമേരിക്കയ്ക്കാണ് വെല്ലുവിളി, ഇന്ത്യക്കല്ല. ഇന്ത്യയുടെ സിറ്റുവേഷൻ നോക്കൂ. അമേരിക്കയുമായിട്ട് ഈ താരിഫ് വാറിൽ തെറ്റിയതിനു ശേഷം ഇന്ത്യയുമായിട്ട് ആരും തന്നെ ഒരു ബന്ധത്തിന് വരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേക ചാനൽ ക്ലെയിം ചെയ്യുന്നത്. അവർക്ക് നമ്മൾ കൊടുക്കേണ്ട മറുപടി, ഇന്നലെ ഇന്ത്യ ജർമ്മനിയുമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ജർമ്മനിയുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, നമ്മൾ 40-ലേറെ രാജ്യങ്ങളുമായിട്ട് നമ്മൾ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ നിലപാടിന് ഒരു ഗ്ലോബൽ വെൽക്കം കിട്ടിയിട്ടുണ്ട്. അമേരിക്കക്കെതിരെ ഇതേപോലെ നിലപാട് ഉയർത്തി നിന്ന മറ്റൊരു രാജ്യമില്ല. അതാണ് ഇന്ത്യയുടെ നിലപാട്. ഇത്രയും പ്രൗഡായിട്ടുള്ള ഇന്ത്യയെക്കുറിച്ച് പറയുന്നതാണ് ചില മണ്ടന്മാർ ഇരുന്ന് തള്ളുന്ന തള്ളാണ് നമുക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ട ഒരു അവസരം ഉണ്ടാക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിക്കോ, ചൈന മിലിറ്ററി പരേഡ് നടത്തിയതിൻ്റെ പിറ്റേ ദിവസം നോക്കിക്കോ, 2 ദിവസമായിട്ടുള്ളൂ, സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫാക്റ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ ആരെങ്കിലും ഇങ്ങനെ രാവിലെ വന്നിരുന്നിട്ട് ഈ ചാനലും തുറന്നു വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്കും അവരുടെ സ്വന്തം ധാരണകൾ, ഇന്ത്യയെക്കുറിച്ച് അവർ കരുതുന്ന ചില ഇന്ത്യയെക്കുറിച്ച് വാദോരാതെ കുറ്റം പറയുകയും എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് പൊടിപ്പം തൊങ്ങൽ വെച്ചിട്ട് ഞാൻ ഇന്ത്യക്കാരനാണ്, ഇന്ത്യ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യ വിജയിക്കണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയും. എന്നിട്ട് ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യയുടെ കൈയും കാലും വെട്ടിമുറിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളായിരിക്കും വായിന്ന് പുറത്തു വരുന്നത്. നീ പൊളിറ്റിക്കലി നിനക്ക് ടാർഗറ്റ് ആണെന്നുണ്ടെങ്കിൽ നീ പൊളിറ്റിക്കൽ സബ്ജക്ട് എടുത്ത് നീ പൊളിറ്റിക്കലി ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യില്ലെങ്കിൽ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയെ എതിർത്ത് സംസാരിക്കുക. അത് വെദർ BJP ആവാം, അല്ലെങ്കിൽ കോൺഗ്രസ് ആവാം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആവാം, നീ ആരെ വേണമെങ്കിലും എതിർത്ത് സംസാരിക്കുക. ഡസന്റ് മാറ്റർ. ഇന്ത്യയുടെ ആർമി, ഇന്ത്യയുടെ ഫോഴ്സ്, അതേപോലെ തന്നെ ഇന്ത്യയുടെ DRDOയിൽ നിർമ്മിക്കപ്പെടുന്ന ആയുധങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവ് നേടിയിട്ട് സംസാരിക്കണം. ഞാൻ 1-2 ചെറിയ എക്സാമ്പിൾ മാത്രം പറയാം. നമുക്ക് വേറൊരു ചാനൽ കൂടിയുണ്ട്, ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബൽ. അതിനകത്ത് ഈ ആർമിയുമായിട്ട് ബന്ധപ്പെട്ട്, ഇന്ത്യൻ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ആയുധങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള ഡ്രോണുകൾ, എങ്ങനെയുള്ള ടെക്നോളജികൾ, എന്തൊക്കെ ലേസർ വെപ്പൺസ്, ഇതൊക്കെ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ വിശദമായ വീഡിയോകൾ നമുക്ക് ഇട്ടിട്ടുണ്ട്. നമ്മളുടെ ഒരു 8-10 വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ചൈന 2 ദിവസങ്ങൾക്ക് മുമ്പ് പ്രദർശിപ്പിച്ച ലേസർ ടെക്നോളജി വെപ്പൺ, എന്താണ് LY1, LY2 എന്നൊക്കെയാണ് ഈ ലേസർ വെപ്പണിന്റെ ആ ഒരു നെയിം അവർ ചെയ്തിരിക്കുന്നത്. അതൊരു 8-10 ഒരു റാലി ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ സാധനം ഇന്ത്യ എടുത്തുണ്ടെന്നേ. ഇത് കഴിഞ്ഞ ഏപ്രിലിൽ തന്നെ നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇത് പരീക്ഷണം നടത്തി നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ സാധനമാണ് ചൈന അവരുടെ വിക്ടറി പരേഡിൽ പ്രദർശിപ്പിച്ച് കാണിച്ചത്. അത് കണ്ടിട്ട് ഇവിടെ ചിലവന്മാർക്കൊക്കെ കണ്ടോ, നീ അങ്ങോട്ട് കയറണ്ട, കരിച്ചു കളയും, പുകച്ചു കളയും എന്നൊക്കെയാണ് പറയുന്നത്. ഇന്ത്യക്കുള്ളിലും അതേ അവസ്ഥ തന്നെയാണ്. ഇന്ത്യക്കുള്ളിലും കയറാൻ കഴിയില്ല. അതായത് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ പരാജയമാണെന്ന് ആത്യന്തികമായിട്ട് വിശ്വസിക്കുന്ന, അത് ഒരു മടിയും കൂടാതെ മീഡിയയിലൂടെ വിളിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യത്തിരുന്നാണ് ഈ ആൾക്കാർ ഇത് പറയുന്നത്. ഇപ്പൊ ചൈനയ്ക്കുള്ളിലാണ് ഇതേപോലെ പോയിരുന്നുകൊണ്ട് ചൈനയെക്കുറിച്ച് ഇതേപോലെ പറഞ്ഞെങ്കിൽ അവിടെ അവൻ ഉണ്ടാവില്ല. അതാണ് ഇന്ത്യക്കും ചൈനയ്ക്കുള്ള വ്യത്യാസം. ഈ വെളിവ് എന്ന് തലച്ചോറിൽ വരുന്നോ അന്ന് ഇവന്റെയൊക്കെ നാവിന് ഇച്ചിരി കൺട്രോൾ ഉണ്ടാവും. അടുത്ത് പറയാനുള്ളത് വെച്ചാൽ ഈ ആർസനൽ DF-61 എന്ന് പറയുന്നത് ഇതൊരു ന്യൂക്ലിയർ വാർഹെഡ് ക്യാരി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള, മൾട്ടി ഫ്രണ്ട് വാർഹെഡുകൾ ക്യാരി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ്. ഇതിന് 15,000 കിലോമീറ്റർ കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, ഫൈൻ. ഇതിന് 15,000 കിലോമീറ്റർ കപ്പാസിറ്റി ഉണ്ട്. ചിലപ്പോൾ നോർത്ത് കൊറിയയ്ക്കും ഇതേ കപ്പാസിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്കുള്ളിലും ഇതേപോലത്തെ കപ്പാസിറ്റിയുള്ള ആയുധങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാമോ? അറിഞ്ഞുകൊണ്ട് തന്നെയാണോ സംസാരിക്കുന്നത്? നമ്മൾ പരീക്ഷണം നടത്തിയില്ല, അല്ലെങ്കിൽ നമ്മൾ പുറം ലോകത്തേക്ക് ഇത് വിളിച്ചു പറഞ്ഞില്ല എന്നുള്ളത് മൾട്ടിപോളർ ന്യൂ വേൾഡ് ഓർഡറിന്റെ ഒരു ഡിപ്ലോമസി ആയിട്ട് കരുതിക്കൂടെ? നമ്മൾ 7,000 കിലോമീറ്റർ വരെയുള്ള മിസൈൽ പരീക്ഷിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും കഴിഞ്ഞ 3 ദിവസം ചൈനയുടെ ഡിഫൻസ് മേഖലയിലുള്ള സ്റ്റോക്ക് ഇടിഞ്ഞു വീണത്? അത് ചൈനയുടെ ആയുധങ്ങളൊക്കെ കണ്ട് ആൾക്കാർ കണ്ണു തള്ളി പോയി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണ്ടേ? അതിന് പകരം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല. എന്താണ് സംഭവം? അതിനെക്കുറിച്ച് എന്തെങ്കിലും പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ? നേരെ മറിച്ച് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പം സ്കൈ റോക്കറ്റ് പോലെ മുകളിലോട്ട് പോവുകയാണ്. കാരണം എന്താണ്? GST സ്ലാബിൽ വരുത്തിയ മാറ്റം ഇന്ത്യക്കുള്ളിൽ ഡൊമസ്റ്റിക് പർച്ചേസിന്റെ ആ ഒരു ഗ്രോത്ത് കൂടാൻ പോകുന്നു. സോ മാർക്കറ്റ് ബൂം ചെയ്യും. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് വരാൻ പോകുക. അപ്പൊ അതുകൊണ്ട് ആൾക്കാർ ഫോക്കസ് ചെയ്ത് ഇന്ത്യക്കുള്ളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക.
അപ്പോൾ അതുപോലെ സെൻസെക്സ് ഇന്ന് 294 പോയിന്റ് അപ്പിലാണ് തുടങ്ങുന്നത്. അതേപോലെ നിഫ്റ്റി ഏതാണ്ട് 84-85 പോയിന്റ്സ് അപ്പിലാണ് തുടങ്ങുന്നത്. സ്റ്റാർട്ടിങ് തന്നെ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് സെറ്റിൽഡ് ആണ്, വളരെ ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോവാണ്. ഇനിയിപ്പോൾ അമേരിക്ക എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. കാരണം ഇപ്പോൾ അമേരിക്ക കൺഫ്യൂസ്ഡ് ആണ്. അമേരിക്ക ഇപ്പോൾ എന്താണ് വിചാരിക്കുന്നത് പറഞ്ഞാൽ ഇന്ത്യയെ സെപ്പറേറ്റ് ചെയ്ത് വിട്ടത് വളരെ വളരെ ദോഷം ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്ക മനസ്സിലാക്കുന്നത്. കാരണം എന്താണ്, ചൈന ശരിക്കും അമേരിക്കയ്ക്കാണ് ഭീഷണി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയെ ത്രെട്ട് ചെയ്യാനാണ് ഈ ആർസനൽസ് ഒക്കെ 10,000 കിലോമീറ്റർ. ഇപ്പൊ ഇന്ത്യക്കുള്ളിൽ ബോംബിടാൻ എന്തിനാണ് 10,000 കിലോമീറ്റർ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ? ഇപ്പൊ ഇന്ത്യയാണ് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യാൻ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലിന്റെ ആവശ്യം ചൈനയ്ക്കില്ല. അതാദ്യം മനസ്സിലാക്കുക. ചൈന പ്രദർശിപ്പിച്ച പല സാധനങ്ങളും ഇന്ത്യക്കുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഞാനത് എന്തുകൊണ്ട് ഉറപ്പിച്ച് പറയുന്ന പറഞ്ഞാൽ, ഞാൻ ഇന്ത്യയുടെ ഡിഫൻസ് പ്രോഡക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ സ്പെസിഫിക് ആയിട്ട് പല വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ട്. പല പ്രൈവറ്റ് കമ്പനികൾ ഈ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിംഗിൽ ഇൻവോൾവ് ആയിട്ടുള്ള കമ്പനികളുടെ പേര്, DRDOയുടെ ഇൻവോൾവ്മെന്റോടുകൂടി പല പരീക്ഷണങ്ങൾ നടത്തുന്ന പ്രോഡക്റ്റ് മാനുഫാക്ചറിങ്ങിന്റെ എക്സ്പോ, ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം ഇന്ത്യ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നുള്ളത്. അപ്പോൾ അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. പിന്നെ ഈ വീഡിയോയുടെ അവസാനം ഞാനൊരു ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ആ ലിങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കളിൽ 10ാം ക്ലാസ്സിലോട്ട് പോകുന്ന കുട്ടികൾ, 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ, സ്പെഷ്യലി 9th 10th 11th 12th പഠിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾ ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളെ ആ ഒരു ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ എൻക്വയറി ഇടുക. അത് ഇന്ത്യൻ എയർഫോഴ്സുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കരിയർ എയർഫോഴ്സ് പ്ലാറ്റ്ഫോമാണ്. അതിനകത്ത് ഒരു ചൂഷണങ്ങളൊന്നും നടക്കത്തില്ല, ഒരു പൈസയും ഒന്നും അതിനകത്ത് നിങ്ങൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല, ആരും ഒന്നും ചോദിക്കത്തില്ല. ജസ്റ്റ് നിങ്ങളുടെ ഡീറ്റെയിൽസ് മാത്രം അടിച്ച് എൻക്വയറി ചെയ്യുക. നിങ്ങളുടെ കുട്ടിക്ക് എയർഫോഴ്സിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കൊരു കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് കേട്ടോ, ഒരു ഗൈഡൻസ് അത്രമാത്രം. അല്ലാതെ ഇത് എൻ്റെയോ നിങ്ങളുടെയോ അല്ല, ഇത് ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ്. ഞാൻ ജസ്റ്റ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങളുടെ മക്കൾക്കോ പേരക്കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് എയർഫോഴ്സിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ സെലക്ട് ചെയ്യും. അതുപോലെ അവർക്ക് ട്രെയിനിങ് കൊടുക്കും. എവിടെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസ് കിട്ടും. പ്രാഥമികമായിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള എല്ലാ വിവരങ്ങളും ഈ ലിങ്കിലുണ്ടാവും. രാജ്യത്തിന് സേവനം അനുഷ്ഠിക്കണം, അതും എയർഫോഴ്സിൽ പണിയെടുക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തോളൂ. അമേരിക്ക ചൈനയുടെ ഈ മിലിറ്ററി പരേഡൊക്കെ കണ്ടിട്ട് വല്ലാത്ത വെപ്രാളത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയാണ് ഇതിന് ബദലായിട്ട് അമേരിക്കയ്ക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സോഴ്സ്. അതിനെയാണ് ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കിക്കോ, ചൈനയുടെ ഈ പരേഡ് ഇന്ത്യക്ക് ഗുണം ചെയ്യും, അത് 100% ഉറപ്പാണ്. അതായത് ചൈന പറയുന്നത്രേ, പാകിസ്ഥാനെ നീ തൊട്ട് കളയരുത്, ഞാൻ തൊലച്ച് കളയും എന്ന് ചൈന ഇന്ത്യ എടുത്ത് മെസ്സേജ് പറയുന്നതായിട്ട് സ്വന്തമായിട്ട് ഊഹിച്ചങ്ങ് പറയുകയാണ്. ഇതൊക്കെ എന്ത് വെട്ടിത്തരമാണ്? ചൈനയുടെ PL-15 എന്ന് പറഞ്ഞ മിസൈൽ വീണിട്ട് പൊട്ടാതെ കിടക്കുന്നതാണ് ഇവിടെ ഇന്ത്യയിൽ വീണ് കിടക്കുന്നത്. നമ്മൾ എടുത്തുകൊണ്ട് അത് ഷോക്കേസിൽ വെച്ചിട്ടുണ്ട്. ചൈനയുടെ എയർ ഡിഫൻസ് സിസ്റ്റം എത്രമാത്രം പരാജയമായിരുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ 9 സ്ഥലങ്ങളിലേക്ക് ഇന്ത്യ നടത്തിയ ആക്രമണം കൃത്യമായി വീഡിയോ ഫൂട്ടേജ് സഹിതം ഇന്ത്യൻ ആർമി തെളിവ് സഹിതം പുറത്തുവിട്ടിട്ടുണ്ട്. എന്നിട്ടും ഓപ്പറേഷൻ സിന്ദൂർ പരാജയമാണെന്ന് വിചാരിക്കുന്ന പൊട്ടന്മാരാണ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ വിടുവായിത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അത് സത്യസന്ധമാക്കി കൊണ്ടുവരണം, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്, വെളുപ്പിക്കലാണ്. ഇപ്പൊ നിങ്ങൾ അമേരിക്കയുടെ നിലപാട് നോക്കൂ. അമേരിക്കയ്ക്കാണ് ശരിക്കും ചൈന ഒരു ഭീഷണിയാവുന്നത്. കാരണം ചൈന മറികടക്കാൻ പോകുന്നത് അമേരിക്കയാണ്, റഷ്യയല്ല. റഷ്യ ഓൾറെഡി ചെറിയ എക്കോണമി ആയിട്ട് മാറിയിരിക്കുന്ന രാജ്യമാണ്. അപ്പം റഷ്യ ശരിക്കും ഇന്ത്യയുമായിട്ടും ചൈനയുമായിട്ടും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം റഷ്യ ഓൾറെഡി റിയലൈസ് ചെയ്ത് കഴിഞ്ഞു നെക്സ്റ്റ് ലീഡിംഗ് കൺട്രീസ് എന്താണെന്നുള്ളത്. റഷ്യ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു മൾട്ടി പോളാർ ന്യൂ വേൾഡ് ഓർഡറിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതാണ് ബ്രിക്സ് ശക്തിപ്പെടും, അതിനെ ആർക്കും തന്നെ തടയാൻ കഴിയില്ല. അതിന്റെ ഒരു ഫൗണ്ടേഷണൽ മോട്ടോ തന്നെ എക്കണോമിക് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ മൾട്ടി പോളാർ ന്യൂ വേൾഡ് ഓർഡർ. അതാണ് അതിന്റെ മെത്തഡോളജി, അതിന്റെ മോട്ടിവേഷൻ. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അത് മുന്നോട്ട് പോകും, അതിൽ യാതൊരു തർക്കമില്ല. ചൈന ഡെമോൺസ്ട്രേറ്റ് ചെയ്ത മിക്ക ആയുധങ്ങളും ഇന്ത്യയുടെ പക്കലുണ്ട്. അത് ഇന്ത്യയുടെ DRDOയുടെ സൈറ്റ് എടുത്ത് നിങ്ങൾ പോയി ഒന്ന് വായിച്ചു നോക്കുക. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന ആയുധങ്ങൾ നമ്മൾ എപ്പോഴൊക്കെയാണ് നമ്മൾ റിലീസ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ പരീക്ഷണങ്ങളാണ് നടത്തിയിരിക്കുന്നത്, ഏതൊക്കെ മേഖലയിലാണ് റിസർച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഏതൊക്കെ ആയുധങ്ങൾ റിസർച്ച് പൂർത്തിയാക്കി ആർമിയിൽ ചേർത്തിട്ടുണ്ട്. നമ്മൾ ഈ ലേസർ ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് LY2 എന്ന് പറഞ്ഞിട്ട് ചൈന പ്രദർശിപ്പിച്ച ഒരു ലേസർ വെപ്പണില്ലേ, അതായത് ഏത് എയർബോൺ ത്രെട്ട് വന്നാലും അതിനെ ലേസർ കൊണ്ട് കരിച്ചു കളയാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ടെക്നോളജി, അത് ഇന്ത്യക്കുള്ളിൽ ഓൾറെഡി ഏപ്രിലിൽ ലോഞ്ച് ചെയ്തതാണ്. നമ്മളതിപ്പോൾ നമ്മളുടെ നേവി ഫൈറ്റർ ഫ്ലീറ്റുകളിൽ ഡിസ്ട്രോയർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന നമ്മുടെ INS വിക്രാന്തിനൊക്കെ എസ്കോർട്ട് പോകുന്ന ആ രീതിയിലുള്ള ഫൈറ്റർ ഫ്ലീറ്റുകളിൽ നമ്മളിത് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സെയിം ലേസർ ടെക്നോളജി. ഇന്ത്യ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അറിയാതെയാണ് മറ്റുള്ളവർ ഒരു ദിവസത്തെ ഒരു ഡിസ്പ്ലേ കാണിച്ചുകൊണ്ട് ആ ഡിസ്പ്ലേയെ വെച്ചുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് ഇന്ത്യ എന്തോ ഞെട്ടിപ്പോയി എന്നുള്ള രീതിയിലുള്ള വാർത്തകളെ കൊടുക്കുന്നത്. ഇന്ത്യയല്ല ഞെട്ടിയത്, ശരിക്കും അമേരിക്കയെ പ്രീണിപ്പിച്ച് നിൽക്കുന്ന, അമേരിക്കൻ ചേരിക്ക് വേണ്ടി ഘോര സംസാരിക്കുന്ന ചില പ്രത്യേക താല്പര്യമുള്ള മാധ്യമ പ്രവർത്തകരാണ് ഞെട്ടിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സ്കോപ്പ് ഉണ്ട് ഇവിടെ ഗ്രോത്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിലുള്ള ആൾക്കാരുടെ ഏജ് ലിമിറ്റ് നോക്കി കഴിഞ്ഞാൽ 26 മുതൽ 28, 30 വയസ്സിന് താഴെയുള്ള ഒരു യങ് പോപ്പുലേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റീസ് ഉള്ളത്. 46 വയസ്സ് ഏജ് ലിമിറ്റാണ് ചൈനയിൽ രേഖപ്പെടുത്തുന്നത് ആവറേജ്. അപ്പോൾ അത് വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ചൈനയുടെ ഗ്രോത്ത് ഒക്കെ ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്കും ഗ്രോത്ത് കുറയും.
അതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇപ്പൊ തന്നെ അമേരിക്ക സ്ലോ മൂവിംഗ് എക്കോണമി ആയിട്ട് മാറിയിരിക്കുകയാണ്. ചൈന അതിന്റെ തൊട്ട് പുറകിൽ സ്ലോ മൂവിംഗ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അവിടെയൊക്കെ ഒരുവിധം എല്ലാ വർക്കുകളും പൂർത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർ വിവിധ മേഖലകളിലേക്ക് ഇപ്പം കടക്കുന്നത്. ചൈനയുടെ ഈ ഒരു വിക്ടറി പരേഡ് ഗുണം ചെയ്യുന്നത് ഇന്ത്യക്കാണ്. ഇന്ത്യ വിക്ടറി പരേഡിൽ പങ്കെടുക്കാത്തതോടുകൂടി നമ്മൾ ഏഷ്യൻ സൈഡിൽ ജപ്പാൻ എന്ന് പറഞ്ഞ രാജ്യവുമായിട്ട് വെച്ചിരിക്കുന്ന റിലേഷൻഷിപ്പിനെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. അതിന് കൊടുക്കുന്ന ഒരു മര്യാദ കൂടിയാണ് ഇന്ത്യ പങ്കെടുക്കാത്തത്. അതിനോടൊപ്പം ഒരു മൾട്ടിപോളർ ന്യൂ വേൾഡ് ഓർഡറിൽ നിൽക്കുന്ന രാജ്യം എന്നുള്ള നിലയിൽ ഇന്ത്യ ചൈനയുടെ ഈ ഒരു വിക്ടറി പരേഡിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് അമേരിക്കയുമായിട്ടും റിലേഷൻഷിപ്പ് ഉണ്ട്, വെസ്റ്റേൺ കൺട്രീസുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്. ഗ്ലോബലി തന്നെ ചൈനയുടെ ഇംപ്രഷൻ അല്ല ഇന്ത്യയുടെ ഇംപ്രഷൻ. ഇന്ത്യയെക്കുറിച്ച് ചൈനയെക്കാളും വ്യത്യസ്തമായ ഒരു ഇംപ്രഷനാണ് ഗ്ലോബൽ കമ്മ്യൂണിറ്റിക്കുള്ളത്. അതിന് ചൈനയെ കാണുന്ന പോലെ അല്ല ആൾക്കാർ ഇന്ത്യയെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ചൈനയുടെ വിക്ടറി പരേഡിൽ ഇന്ത്യ ഒരിക്കലും പങ്കെടുക്കത്തില്ല. അത് ഇന്നെന്നല്ല എന്നും പങ്കെടുക്കില്ല. പിന്നെ ചൈന പാകിസ്ഥാൻ വഴി ഇന്ത്യ അങ്ങ് അടിച്ച് തുലച്ചു കളയെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വെറും കോമഡിയാണ്. ഇന്ത്യയും അത്രത്തോളം, ചൈന എത്രത്തോളമോ അത്രത്തോളം തന്നെ ഇന്ത്യയും കപ്പാസിറ്റി ഉള്ള രാജ്യം തന്നെയാണ്. ചൈനയ്ക്ക് ബുദ്ധിയുണ്ട്. ചൈന 1979 ശേഷം ഒരു രീതിയിലുള്ള യുദ്ധങ്ങളും പങ്കെടുത്തിട്ടില്ല, ഒരു യുദ്ധവും ചെയ്തിട്ടില്ല, ഒരു വാർ ഫ്രണ്ട് എക്സ്പീരിയൻസ് അവർക്കില്ല. പിന്നെ പ്രദർശനം അത് ആർക്ക് വേണമെങ്കിലും നടത്താം, നമുക്ക് വേണമെങ്കിൽ നാളെ നടത്താം. അപ്പൊ അതുകൊണ്ട് ഡെമോൺസ്ട്രേഷനൊക്കെ ആർക്ക് വേണമെങ്കിലും നടത്താം. നമുക്ക് വേണമെങ്കിൽ ജനുവരി 26 കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ നടത്താം. അതുകൊണ്ടൊന്നും വാർ ഫ്രണ്ടിൽ നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആവില്ല അത്. അതുകൊണ്ട് കുറെ ആയുധങ്ങൾ കാണിച്ചത് കൊണ്ട് ആയുധ കച്ചവടത്തിൽ അങ്ങ് മുന്നോട്ട് കയറി പൊക്കിളയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് തെറ്റിദ്ധാരണയാണ്. അപ്പൊ അവരിപ്പോൾ ആയുധങ്ങൾ ഇങ്ങനെയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നെങ്കിലും വലിയ രീതിയിൽ അമേരിക്കയെ പോലത്തെ ഒരു കച്ചവടം നടത്തുന്ന രീതിയിൽ അവർക്ക് ആവാൻ പറ്റിയിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂറിൽ അവർക്ക് നേരിടേണ്ടി വന്ന അപമാനം, അതായത് ചൈനയുടെ ആയുധങ്ങൾ ഉപയോഗിച്ചത് കൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ മുന്നിൽ തോറ്റത്. അത് മെജോറിറ്റി ധാരണ അങ്ങനെ തന്നെയാണ്. ഇവിടെ വെസ്റ്റേൺ രാജ്യങ്ങൾ ഉൾപ്പെടെ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇത് തന്നെയാണ് ധാരണ. നിങ്ങൾ നോക്കൂ, ചൈനയുടെ ആയുധങ്ങൾ ഉപയോഗിച്ചത് പാകിസ്ഥാൻ മാത്രമാണ്. ഇന്ത്യ ഉപയോഗിച്ചത് റഷ്യൻ ആയുധങ്ങളും അതുപോലെ തന്നെ ഇൻഡിജിനിയസ് ആയിട്ട് ഇന്ത്യ ഉൽപ്പാദിപ്പിച്ച കുറെ ആയുധങ്ങളും ഇന്ത്യ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് നേരിട്ടത്. പക്ഷെ മറിച്ച് നിങ്ങൾ നോക്കുക, അവിടെ ചൈന മാത്രമാണ് പൂർണ്ണമായിട്ടും ചൈനീസ് ആയുധങ്ങൾ കൊണ്ട് നടത്തിയ ഒരു യുദ്ധം. ആ യുദ്ധത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടത്. അതുകൊണ്ട് ചൈനയുടെ എയർ ഡിഫൻസ് സിസ്റ്റം അതുപോലെ തന്നെ ചൈനയുടെ J-10 പോലത്തെ ഫൈറ്റർ ജെറ്റുകൾക്കെല്ലാം ബാക്ക് ഡ്രോപ്പ് ആണ്. ഇന്ത്യക്ക് അമേരിക്കയും ചൈനയും എങ്ങനെ നിർത്തണം എന്നുള്ളത് നന്നായിട്ട് അറിയാം. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ശരിക്കും അമേരിക്കയെ എതിർത്തതിന് ശേഷം, ടാരിഫ് വാറിൽ എതിർത്തുന്നതിന് ശേഷം ഇന്ത്യക്ക് ഗ്ലോബലി തന്നെ ഒരു വെൽക്കം കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണെങ്കിലും ഇല്ലെങ്കിലും ഇന്ത്യയുമായിട്ട് ഒരുപാട് രാജ്യങ്ങൾ സഹകരിക്കുന്നുണ്ട്. ഇറസ്പെക്റ്റീവ് ഓഫ് ട്രംപിന്റെ ടാരിഫ് പോളിസി അതിനെ മറികടന്നുകൊണ്ട് സിംഗപ്പൂർ ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്നുണ്ട്, ജപ്പാൻ ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്നുണ്ട്, ചൈന ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്നുണ്ട്, റഷ്യ ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്നുണ്ട്, ജർമ്മനി ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്നുണ്ട്. ജർമ്മനി ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒപ്പിടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. UK ഓൾറെഡി ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞു. ഫ്രാൻസ് ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്നുണ്ട്. ഇനി ഞാൻ എണ്ണി പറയണം, അർമേനിയ ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അതുപോലെ പസഫിക് ഓഷ്യനിൽ കിടക്കുന്ന ഫിജി നമ്മുടെ ഡിഫൻസ് പാർട്ണർ ആയിട്ട് വേണം എന്ന് പറഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഫിലിപ്പൈൻസ് നമ്മുടെ പാർട്ണറാണ്. ഇനി ഞാൻ എന്തെല്ലാം ഇതിനകത്ത് എക്സെട്ര ഒരുപാടുണ്ട് പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ റീജിയനിൽ ഒരുപാട് പുതിയ കരാറുകൾ നമ്മൾ ഒപ്പുവെക്കുന്നുണ്ട്. ഇന്ത്യ വളരെ ഫോക്കസ്ഡ് ആയിട്ടാണ് ഇന്ത്യ മുന്നോട്ട് കാര്യങ്ങൾ നീക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള ചില ബ്ലണ്ടർ വാർത്തകളൊക്കെ കേട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന ആവശ്യമൊന്നുമില്ല. ഇന്ത്യ വളരെ സേഫ് ആയിട്ടുള്ള റൂട്ടിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.